ആ നാൻസി, എന്താ ഇവിടെ? എന്ത് പറ്റിയത്? പടിയിറങ്ങിയപ്പോ അല്ല, വാതിൽ തട്ടി വീണതാ. അതൊന്നുമല്ല, എന്താ ഉണ്ടായത്? സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാനോ മറ്റത്തെ തണ്ണിച്ചെന്നെ എടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും. വെണ്ടി പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. പോളച്ചെന്ന് പറഞ്ഞില്ലേ? പോളച്ചൻ വീട്ടിലില്ല, വേളാങ്കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കൊയർ പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഒരു ലക്ഷം മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പറയാം. ടോമിയോട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പ്ലീസ് ഒന്ന് വന്നേ. കം. അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് വലിച്ചഴിക്കരുത്. മനസ്സിലാവുന്നില്ലേ? തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേഴ്സും പ്രിൻസിപ്പലും ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകതിരിവ് അത് വേണം. ആ ബോധം അതിന് നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ലല്ലോ. ഒരുത്തി മടത്തി ചേർന്ന്. പുല്ലാങ്കുന്നേലെയാണ് വായെ തൂങ്ങി നീ കുറെ കളി കളിച്ചു. ഇനി ഇന്ന് മുതൽ ഞങ്ങൾ കളിക്കാൻ പോകാം. നിനക്ക് എന്താണ് ചെയ്യാനുള്ളത് വെച്ചാൽ ചെയ്തോ. തൊട്ടാൽ നമ്മുടെ കൈ നാറും. എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? കുറച്ച് നാളായിട്ട് യോമാർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. യോമാർ നമുക്ക് ഡീലേ സണിച്ചാ കാണിച്ചു. എന്തിയാടാ പാലാമറ്റത്തെ സണ്ണി? അമ്മാവൻ ആനപ്പുറത്ത് കയറിയ ആസനത്തിൽ തരമ്പ് കാണുകടാ. ഇവനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു. അറസ്റ്റ് ചെയ്തു. സാക്ഷികളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ തന്നെ അവനോട് ഇതൊക്കെ പറയുന്നതിനാ? ആണുങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നത് നേർക്ക് നേരെ എന്നാ. എന്റെ വീട്ടിലെ പട്ടിക്കെട്ട് തല്ലണേലും നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം. ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന. വിട്ടില്ലെങ്കിലോ? വിട്ടേ പറ്റൂ. ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും. എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ. ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാം. മിണ്ടിപ്പോകരുത്, കൊന്നുകളഞ്ഞ ഞാൻ. അതിനും തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ വിലയേറിയ ഒരു സർട്ടിഫിക്കറ്റ്. നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം. ബാത്റൂമിൽ വീണെന്നോ അല്ലെങ്കിൽ വല്ല ലോറി ഇടിച്ചെന്നോ കള്ളക്കഥ ചമയ്ക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകാതെ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. എഴുത് എഴുത്. ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു നാൾ നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അതുകൊണ്ട് വക്കീൽ സാറേ, എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് CI ദാമോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യിക്കാൻ സാറിന് പറ്റുമോ? നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി ഒരിക്കലും അയാൾ സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ തൊപ്പിയൊന്ന് ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്ത് തരണം. ശരി, ഓക്കെ ഓക്കെ.